ഗൈസ്, അപ്പം ഇറ്റ്സ് മീ ഡൂഡ്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പെട്രോളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു കോൾഡ് സ്റ്റാർട്ട് അടിക്കാൻ പോകും. കോൾഡ് സ്റ്റാർട്ട് പറയുമ്പോൾ വണ്ടി ഇവിടെ കയറിയിട്ട് ഇപ്പം ഏകദേശം ഒരു 3-3.5 മാസമായി. ഇതുവരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പറയാലോ, കൈയില്ലാത്തതിനോട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ കുറച്ച് ശരിയായിട്ടുണ്ട്, പൂർണ്ണമായിട്ട് ശരിയായിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് ഇന്ന് എന്ത് ചെയ്യാം, കോൾഡ് സ്റ്റാർട്ടിലേക്ക് പോവാം. ആണോ, വണ്ടി മൊത്തത്തില് പൊടി പിടിച്ച് അലമ്പായി നിൽക്കുവാന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് സ്റ്റാർട്ട്. അതെന്താ പിടിച്ചു വെക്കാം. അപ്പം ആദ്യത്തെ പണി പെട്രോൾ ഒഴിക്കലാണ്. പെട്രോൾ കംഫർട്ടിന് വേണ്ടിയിട്ട് ഇത് ഇവിടുന്ന് ഒന്ന് ഇറക്കി പുറത്തെടുക്കണം എന്നല്ല, ഈ ഒരു മൂലന്ന് മാറ്റിയിട്ട് ഒന്ന് നമുക്ക് ഇത് എഞ്ചിൻ കില്ലും ഇത് സെൽഫും ആണ് വരുന്നത്. അപ്പൊ എഞ്ചിൻ കില്ല് ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ലൈറ്റ് ഒക്കെ ഓഫ് ആണ്, ചോക്ക് ഓൺ ആക്കണം. പെട്രോൾ ഓൾഡ് സ്റ്റാർട്ട് അതിനോട് ചോക്ക് ഓൺ ആക്കി ഇടുന്നതാണെന്നല്ലേ. ഇതിപ്പോ ഇവിടെ പുഷിംഗ് ആണ് ചോക്ക്. പെട്രോള് ഓൺ ആണ്. വണ്ടി മാറ്റി വെക്കൽ ഈ സൈഡിലേക്ക് ചാക്കി കഴിഞ്ഞു. നമുക്കൊന്ന് എന്ത് ചെയ്യണം, കിക്കർ അടിച്ച് നോക്കണം. കിക്കർ അടിക്കാൻ ചോക്കിലിട്ടിട്ടുണ്ട്, അടിച്ചു നോക്കാം. ഒറ്റ ക്ലിക്കിൽ കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം വെച്ചാൽ 3-3.5 മാസമായിട്ട് വണ്ടി കിടക്കില്ല. നോക്കാം. ഇതാണ് ഇഷ്യൂ. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ത്രോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വണ്ടി അപ്പോഴത്തേക്കും ഓഫ് ആവുമായിരുന്നു. ഹീറ്റ് ആവാത്ത വിഷയം തോന്നുന്നു, കുറെ അതിൽ കിടക്കുന്നു. ചോക്ക് ഇല്ലാണ്ടൊന്ന് നമുക്ക് കടിച്ച് നോക്കാം സ്റ്റാർട്ട് ആവുമോ. ചോക്കില്ലാണ്ട് എങ്ങനെ അടിയത് സ്റ്റാർട്ട് ആവില്ല. പക്ഷെ ചോക്കിലിട്ടാല് ഒറ്റ വിളിക്കില്ല. ഒന്ന് തീരുമ്പോ ഒന്ന് വരുന്ന അവസ്ഥ. എയർ ഇൻടേക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇപ്പം എന്താ കുറെ കാലത്തിന് ശേഷം വണ്ടി കയറി ഇരുന്നിട്ട് ഭയങ്കര മൂഡ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉഷാറാണ്. അപ്പം നമുക്കിപ്പോ ഇതൊന്ന് കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ട് ശരിയായി കഴിഞ്ഞാൽ ഇപ്പൊ വണ്ടി ഓടിക്കാൻ പറ്റാത്ത സ്റ്റേജാണ്. വണ്ടി ഓടിക്കാൻ പറ്റില്ല, പക്ഷെ കെട്ടില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഇപ്പൊ എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ട്രയൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് സജീവമായിട്ട് അടിപൊളിയാക്കാം. അപ്പൊ നമുക്കിപ്പോ തൽക്കാലം എന്ത് ചെയ്യാൻ അറിയാം, വണ്ടി കുറച്ചേരം സ്റ്റാർട്ടിലിട്ടിട്ട് പോവാം. അതാകുമ്പോ എന്ത് ചെയ്യും, ഒന്ന് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ത്രോട്ട് ചെയ്താൽ കിട്ടുന്ന വിചാരിക്കും. അപ്പൊ നമ്മള് വണ്ടി നല്ല ഹീറ്റായി, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, വണ്ടി ഇപ്പോഴും ത്രോട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്നില്ല, മൂവ്മെന്റ് കിട്ടുന്നില്ല. ചോക്കിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ തൽക്കാലം വണ്ടി ഇവിടെ വെക്കാം. അപ്പൊ ചെയിനും സ്പോക്കറ്റും ഒക്കെ പോയതാണ് വണ്ടിന്റെ. അപ്പൊ അതെന്ത് ചെയ്യണം, നമുക്ക് ടോട്ടലി ഒരു സർവീസിന്റെ ആവശ്യമുണ്ട്. അപ്പം ആ സർവീസിനായിട്ട് നമുക്ക് കൈ റെഡി ആയി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും വണ്ടി സർവീസ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫുൾ വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അപ്പൊ തൽക്കാലം എന്ത് ചെയ്യാം, നമുക്കിത് തിരിച്ച് പഴയ ഇരുന്ന സ്ഥലത്ത് തന്നെ എടുത്ത് വെച്ചേക്കാം. അതായിരിക്കും നല്ലത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിന്റെ പരിപാടി കഴിഞ്ഞ് പെട്രോൾ ഓഫ് ആക്കി വെച്ചാൽ സ്റ്റാർട്ടിങ്ങിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ വണ്ടിയുടെ സൗണ്ട് കേൾപ്പിച്ചിരുന്നുണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, മൈക്ക് ശരിയില്ല. വണ്ടി സ്റ്റാർട്ട് ആവുന്ന സമയത്ത് മൈക്ക് തീരെ എടുത്ത് കിട്ടുന്നില്ല, ലോഡ് കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ സൈഡാക്കി അങ്ങോട്ട് വെച്ചേക്കാം. പെട്രോൾ കൊടുക്കുന്നത് ലീക്കുണ്ടോ? ഇല്ല. അപ്പൊ കോൾഡ് സ്റ്റാർട്ട് പരിപാടി കഴിഞ്ഞു. പഴയ വെച്ച സാധനങ്ങളൊക്കെ അതിൽ തന്നെ വെച്ച് നമുക്ക് അതങ്ങ്
പരിപാടി അങ്ങ് അവസാനിപ്പിച്ചേക്കാം.